കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്ക് ഐറ്റമാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. റാഗി അട. അതിനാവശ്യമായിട്ട് വരുന്നത് ഒരു നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തെടുക്കുക, കുറച്ച് കാഷ്യൂനട്ട്, മുന്തിരി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവ് തേങ്ങ ചിരവിയത്. ഇതിൽ കൂടുതൽ നട്ട്സ് വേണം എന്നുള്ളവർക്ക് അത് അങ്ങനെ ചേർക്കാം. അപ്പോൾ ആദ്യം ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പം 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് നെയ്യിലേക്ക് കാഷ്യൂനട്ട് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ കാഷ്യൂ നന്നായി റോസ്റ്റായി വന്നതിന് ശേഷം നമുക്ക് മുന്തിരി ചേർക്കാം. മുന്തിരി നെയ്യിൽ കിടന്ന് നന്നായി പൊള്ളി വരും. ആ ടൈം ആവുമ്പോഴാണ് പഴം ചേർക്കുന്നത്. പഴം നന്നായി ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം നെയ്യിൽ കിടന്ന് പഴം നന്നായി നെയ്യും ആയിട്ടൊന്ന് യോജിച്ച് ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം, ചിരവി വെച്ചത്. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും തീ സിമ്മിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക കേട്ടോ. ഈ പഴവും തേങ്ങയും നട്ട്സും എല്ലാം നെയ്യിൽ നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ തവി കുറിച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആയി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ശർക്കര പനിയാണ്. ഞാനിവിടെ ഒരു 1.5 അച്ചെന്ന് ആണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്, അതുകൊണ്ടാണ് 1.5 അച്ച് ശർക്കര ചൂടുവെള്ളത്തിലിട്ട് മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ചതാണ്. എന്നിട്ട് അത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് യോജിപ്പിക്കുക. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ റാഗി പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി തവി വെച്ച് മിക്സ് ചെയ്യുക. പെട്ടെന്ന് വറ്റിപ്പോകുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓണാക്കിയിട്ട് സിമ്മിലേക്ക് വെച്ചാൽ മതി. അപ്പം അതിലേക്ക് പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു അല്പം ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്ലേവറിന് വേണമെങ്കിൽ ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ സിനമൺ പൗഡറോ ഇടുന്നുള്ള ചേർക്കാവുന്നതാണ്. ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ. അതിനുശേഷം തവി കൊണ്ട് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവം പോലെ ആ ഒരു രീതിയിലേക്ക് ആയി വരുന്നെന്ന് തോന്നുമ്പോൾ തീ നന്നായി ഓഫ് ചെയ്യുക. എന്നിട്ട് ആറാനായിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം നന്നായി ആറി വന്നതിന് ശേഷം കൈ വെച്ച് ഈ മാവ് നന്നായി കുഴച്ചെടുത്ത് ചപ്പാത്തിയുടെ ആ ഒരു കൺസിസ്റ്റൻസി തന്നെ നമുക്ക് ഉരുളകളാക്കി മാറ്റി അതിനെ ജസ്റ്റ് കൈ കൊണ്ട് പ്രസ് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇലയുടെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ വാഴയില ചാൻസ് ഉള്ള ആളുകൾ കിട്ടുന്നവർ വാഴയിലയിൽ ഇതൊന്ന് പരത്തി അട പോലൊന്ന് ചുട്ടെടുത്ത്, അല്ലെങ്കിൽ ഓട്ടട പോലെ ചുട്ടെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവി കയറ്റിയെടുക്കാം. ഞാനിവിടെ കൈ വെച്ച് നന്നായി പ്രസ് ചെയ്ത് ആവിയിൽ വെച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇവിടെ പറഞ്ഞ ഈ അളവ് നിങ്ങൾക്ക് ഏത് ചെറിയ മുതിർന്നവർക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അളവ് അല്പം ഒന്ന് കൂട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു 2 നേന്ത്രപ്പഴമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നട്ട്സിൻ്റെ അളവ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ആൾക്കാർക്കൊക്കെ ചായയുടെ കൂടെയോ കോഫിയുടെ കൂടെയൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് നന്നായി ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സംഭവമാണ്. എന്നാലും സംഭവം അടിപൊളിയാണ്. ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം യൂസ്ഫുൾ ആകുമെന്ന് തോന്നിയാൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.